സല്യൂട്ട് സുഹൃത്തുക്കളെ. ഓരോ തെളിയിക്കപ്പെടുന്ന കേസുകളും എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യം നൽകുന്നത് പോലെ തന്നെ തെളിയിക്കാൻ പറ്റാത്ത ചില കേസുകൾ അത്രയധികം മനസ്താപവും നൽകാറുണ്ട്. ഒരുപാട് വിഷമിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. എറണാകുളം റൂറൽ ജില്ലയിൽ ഒരു പെൺകുട്ടി, 6 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച് നിൽക്കുന്ന ഒരു കേസായിരുന്നു അത്. ഈ കേസും ആത്മഹത്യ എന്നുള്ള രീതിയിൽ പോലീസ് കണ്ടു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. 6 വയസ്സുള്ള കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുമോ? അവർക്ക് അതിനെക്കൊണ്ട് പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൂടെങ്കിലും പോവുമോ? ഇതൊന്നും നോക്കാതെ ആത്മഹത്യ എന്ന് പറഞ്ഞ് പോലീസ് എഴുതി തള്ളാൻ പോയ ഒരു കേസ് ഈ കുട്ടിയുടെ പിതാവ്, അച്ഛൻ വളരെയധികം നിർബന്ധം പിടിച്ച് DGPക്കും ചീഫ് മിനിസ്റ്ററിനും ഒക്കെ പരാതി കൊടുത്ത ശേഷമാണ് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് വരുന്നത്. ഞാൻ IG ക്രൈംബ്രാഞ്ച് ആയിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ വന്ന മറ്റൊരു കേസായിരുന്നു ഇത്. ഒരൊറ്റ മോളാണ്. അച്ഛനും അമ്മയും പിരിഞ്ഞു കഴിയുകയാണ്. അമ്മയ്ക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മ പറയുന്നു ഭർത്താവ് എന്നെ ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞു കഴിയുകയാണ്. ഈ സ്ത്രീയും അവരുടെ 6 വയസ്സായ പെൺകുട്ടിയും മോളും അവരുടെ വീട്ടില് ഒക്കെ താമസിക്കുകയാണ്. ഇയാൾ അയാളുടെ വീട്ടില് താമസിക്കുകയാണ്. അയാളൊരു മുഴുവൻ സമയ കുടിയനാണ്. അതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ വഴക്കൊക്കെ ഇടാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അയാൾക്ക് മോളെ ഭയങ്കര ജീവനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാനായിട്ട് വീട്ടിൽ വരും, ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും, മുട്ടായി വാങ്ങിച്ചു കൊടുക്കും, കുറേ സമയം ആ കുട്ടിയുടെ കൂടെ ഇരിക്കും, എന്നിട്ട് ഭാര്യയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവും, പിന്നെ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിത രീതി. മിക്കവാറും എല്ലാ താഴേക്കിടയിലുള്ള കുടുംബങ്ങളിലും അങ്ങനെയാണല്ലോ. സ്ത്രീകൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവാറില്ല. ജീവിത പങ്കാളിയെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ചു വിടും. ആരാണ്, എന്താണ് ജോലി, എവിടെയാണ് താമസം ഒന്നും നോക്കാറില്ല. അതിനുള്ള സ്വാതന്ത്ര്യം പറയാനുള്ള അർഹതയൊന്നും പലർക്കും ഉണ്ടായിരിക്കില്ല. കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾ ഉണ്ടാവണമല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും കുട്ടി ഉണ്ടാവും. ആ കുട്ടിയെ വെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് പൊതുവെ എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നത്. പക്ഷെ മിക്കവാറും എല്ലാ 98% സ്ത്രീകളും ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കും. എല്ലാ കേസുകളിലും ഭർത്താക്കന്മാര് ക്രൂരരായിരിക്കണം എന്നില്ല. പല കേസുകളിലും സ്നേഹമുള്ള നല്ല ഭർത്താക്കന്മാരുണ്ടാവാറുണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ടും സന്തുഷ്ടിയുമായിട്ടും കഴിഞ്ഞു പോകും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിർഭാഗ്യവശാൽ ഈ സ്ത്രീക്ക് ഇഷ്ടമുള്ള കല്യാണമായിരുന്നില്ല, ഇഷ്ടമുള്ള ദാമ്പത്യമായിരുന്നില്ല, കുട്ടിയുടെ ജനനം പോലും ഒട്ടും ഇഷ്ടമുള്ള സമയത്തായിരുന്നില്ല, ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യവുമായിരുന്നില്ല ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. അതിനിടയിലൂടെ എങ്ങനെയോ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ അവര് 6 വയസ്സ് വരെ വളർത്തി. അവസാനം ആ സംഭവം നടക്കുന്ന ദിവസം ഉച്ച അടുപ്പിച്ചാണ് സമയം, ഒരു 3 മണി അടുപ്പിച്ചാണ് സമയം. ഈ കുട്ടിയുടെ അമ്മ ആയ സ്ത്രീ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം പാത്രങ്ങൾ കഴുകാനായിട്ട് വീടിന്റെ പുറകുവശത്ത് പോയിരുന്ന് പാത്രം മെഴുക്കുകയായിരുന്നു. ഈ കുട്ടി TVയും കണ്ടുകൊണ്ട് മിക്സറും കഴിച്ചുകൊണ്ടോ മറ്റോ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും സ്ഥലത്തില്ലായിരുന്നു. അവര് വേറെ ഏതോ ഒരു വീട്ടില് എന്തോ ഒരു വിരുന്നിനോ എന്തിനോ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ 2 ദിവസമായിട്ട് ആ വീട്ടിലില്ലായിരുന്നു. മരിച്ച കുട്ടിയുടെ അമ്മ പാത്രങ്ങളൊക്കെ മെഴുകി എല്ലാം വൃത്തിയാക്കി അടുക്കളയിൽ വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ മോളില് കഴുക്കോലില്, സ്വീകരണ മുറിയുടെ കഴുക്കോലില് മേശയുടെ പുറത്ത് കയറി, അതിന്റെ പുറത്തൊരു കസേര ഇട്ട് അതിന്റെ പുറത്തും കയറി കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടതെന്നാണ് അവരുടെ മൊഴി. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് എങ്ങനെ ചെയ്തതെന്ന് അറിയില്ല, കുട്ടി സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോയിട്ടൊക്കെ വന്ന് ഇരുന്ന് പടം വരയ്ക്കുകയും ഹോംവർക്ക് ചെയ്യുകയും TV കാണുകയും മിക്സർ തിന്നുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ള മട്ടിൽ ആ സ്ത്രീ ഉറച്ചു നിൽക്കുന്നു. വീട് തുറന്നു കൊടുത്തിട്ടില്ല, അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അവിടേക്ക് ആരും വന്നില്ല എന്ന് അവർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത വീട്ടുകാരും ഒന്നും ആരെങ്കിലും അവിടെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെച്ചിട്ട് കുട്ടിക്ക് ശാരീരികമായിട്ട് വലിയ ഉപദ്രവമൊന്നും ഏറ്റിട്ടില്ല. അതിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ മുറിവോ അടിയുടെ പാടോ അല്ലെങ്കിൽ അതിനെ ബലാത്സംഗം ചെയ്തതിൻ്റെ തെളിവോ അങ്ങനെയൊന്നും ഇല്ല. അത് ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണ്. കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി മരിച്ച ആ ഒരു തൂങ്ങിമരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിനുണ്ടായിരുന്നു. അപ്പോൾ അത് തൂങ്ങി മരിച്ചത് തന്നെയാണ്. പക്ഷെ ഒരു കുഞ്ഞ് 6 വയസ്സുള്ള ഒരു കുട്ടി എന്തായാലും തൂങ്ങി മരിക്കില്ല. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്, 12 വയസ്സും 8 വയസ്സും ഒക്കെയുള്ള കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ളത്. സംഭവിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ സൂയിസൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം ഞാൻ വളരെ വിശദമായി പിന്നീട് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് പല കുട്ടികളും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളും മരിച്ച നിലയിൽ കാണുന്നുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും ഈ പെട്ടെന്നൊരു കാഴ്ച കാണുമ്പോൾ, അതായത് ഒരു സൂയിസൈഡ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ
അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ സ്വയം പരിശ്രമിച്ച് നോക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിലോ അല്ലെങ്കിൽ വീട്ടിലോ വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള വിഷമം വരുമ്പോൾ ഇങ്ങനെ അയാൾ പെട്ടെന്ന് മരിക്കാം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ മരിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഒരു ആൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു മരത്തിൽ ഒരാൾ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച, ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്നത്. ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ട മാനസിക ആഘാതത്തിൽ ഈ കുട്ടി വീട്ടിൽ പോയി ഒരു തോർത്ത് പോലെയുള്ള ഒരു ടവലുണ്ട്, ആ തോർത്തിന്റെ ഒരു വശം ബാത്റൂമിന്റെ ജനലിന്റെ ഒരു വശത്ത് കെട്ടി, മറുവശം ബാത്റൂമിന്റെ മറ്റേ ജനലിന്റെ വശത്ത് കെട്ടി, അങ്ങനെ തൂങ്ങി നിന്ന തോർത്തിന്റെ അകത്തോട്ട് കഴുത്ത് കയറ്റിയിട്ട് ഒരു തിരിവങ്ങ് തിരിഞ്ഞു, ഒരു കറക്കം കറങ്ങി. അപ്പൊ ആ കഴുത്ത് അതിനകത്ത് കുരുങ്ങി അത് ശ്വാസം മുട്ടി ആ കുട്ടി മരിച്ചു. അങ്ങനെ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയ കാര്യമായിരുന്നു. പക്ഷേ ഈ കുട്ടി ബാത്റൂമിന്റെ കുറ്റി അകത്ത് നിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് വേറെ ആർക്കും കയറാൻ പറ്റില്ലായിരുന്നു. ഫയർഫോഴ്സുകാർ വന്നിട്ടാണ് അത് പൊളിച്ചകത്ത് കയറി കുഞ്ഞിന്റെ മൃതദേഹം എടുക്കുന്നത്. അതിനകത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അത് ഹാങ്ങിങ് തന്നെ ആയിരുന്നു. അപ്പം ഈ ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് സമീപവാസികളെല്ലാം ഈ കുട്ടി അവിടെ നിന്ന് ഈ ആള് തൂങ്ങിക്കിടക്കുന്നത് കണ്ടവരുണ്ട്. അപ്പൊ അതിന്റെ ആഘാതത്തിൽ ചെയ്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. കൂടാതെ TV ചാനലുകളിലൂടെ സീരിയൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലോ ഇതുപോലെ തൂങ്ങി മരണങ്ങൾ കാണുന്ന കുട്ടികൾ അത് സ്വയം പരീക്ഷിച്ച് നോക്കാറുണ്ട്. അങ്ങനെയും അപകടമായിട്ട് തന്നെ ആത്മഹത്യ പോലെ വരാറുണ്ട്. ഒരു അപകടം എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷെ ഒരു 6 വയസ്സായിട്ടുള്ള നല്ല ആരോഗ്യവതിയായിട്ടുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യും എന്ന് പറയുന്നത് ആ TV ആ സമയം കണ്ടുകൊണ്ടിരുന്നത് എന്തോ ഒരു കാർട്ടൂണായിരുന്നു. അപ്പൊ ആ കാർട്ടൂണിനകത്ത് ഒരിക്കലും ആത്മഹത്യ ഒന്നും കാണിക്കില്ലല്ലോ കുട്ടികളെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രചോദനം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതാൻ പ്രയാസം. കൂടാതെ ഈ കുട്ടിയുടെ അച്ഛൻ വളരെ നിർബന്ധം പിടിച്ച് പറയുന്നുണ്ട് അമ്മ തന്നെയാണ് ഇവളെ കൊന്നത്, അമ്മയ്ക്ക് ഈ കുട്ടിയെ ഇഷ്ടമേ ഇല്ല, അതിനെ ഒഴിവാക്കിയാൽ വേറെ കല്യാണം അവൾക്ക് കഴിക്കാമല്ലോ, ഇവൾക്ക് അങ്ങനെ ഒരു ദുശീലമുണ്ട്, അവൾ ചീത്ത സ്വഭാവമാണ്, അവൾക്ക് കണ്ട ആണുങ്ങളുടെ കൂടെയൊക്കെ പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഉപേക്ഷിച്ചത് എന്നുള്ള മട്ടില് അച്ഛനും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമ്മൾ ആ സ്ത്രീയെ വിളിച്ച് ചോദ്യം ചെയ്തത്. പക്ഷെ ഈ സ്ത്രീ യാതൊരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അപ്പൊ ഡോക്ടർമാര് പറയുന്നത് ഒരിക്കലും ഈ കുട്ടിക്ക് എത്തില്ല എന്നാണ്. മുറിയുടെ മേൽത്തട്ടില് ഒരു തൊട്ടിലിടുന്നതിന്റെ ഒരു വളയമാണ്, ഒരു കുടുക്കാണ്. അപ്പൊ ആ തൊട്ടിലിടുന്ന വളയത്തിനകത്തുകൂടെയാണ് ഒരു ഷോൾ എടുത്തിട്ടിട്ട് കെട്ടി അതിന്റെ മറുവശം കഴുത്തിൽ കെട്ടി ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. അപ്പം മേശയുടെ പുറത്ത് ഒരു കസേര ഇട്ട് അതിന്റെ മുകളിൽ കയറി കുട്ടി നിന്നാലും അതിന്റെ കൈ കുടുക്ക് വരെ എത്തില്ല. അപ്പൊ അതുകൊണ്ട് കുടുക്ക് വരെ ആരാണ് കയർ ഇട്ടത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. പോലീസിനും അത് അറിയാം. പക്ഷെ എന്നാലും അത് വേറൊരു തെളിവും ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ എന്ന മട്ടില് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അയൽവാസികളോടൊക്കെ ചോദിച്ചു ഈ സ്ത്രീക്ക് എത്ര പേരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ചോദിച്ചു. ആ സമയത്ത് അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിവായിട്ടില്ല. ഏതെങ്കിലും വ്യക്തി ആ സമയം അവിടെ വന്നോ എന്ന് നമ്മൾ അന്വേഷിച്ചു. നമ്മൾ സാധാരണ പോലെ മൊബൈൽ ഫോൺ രേഖകളും അതും ഇതുമൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കി, ഒരു തെളിവും കിട്ടിയില്ല. അവസാനം എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി ഈ അമ്മയെ നല്ല കർശനമായിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം സ്വന്തം അമ്മമാരെ മക്കളെ കൊല്ലുന്ന ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIG ആയിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു. ഗൈനക്കോളജിസ്റ്റാണ്. അവര് പ്രസവ വാർഡിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. കുറച്ച് പരിഭ്രമിച്ചാണ് വിളിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം ഞങ്ങൾ ഇന്നലെ ഡെലിവറി ചെയ്ത ഒരു സ്ത്രീയുടെ കുട്ടി പാല് കൊടുക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി നീലിച്ച് മരിച്ചു കിടക്കുന്ന കണ്ടു. അമ്മ കിടന്ന് കരയുന്നു, ഒന്നും പറയുന്നില്ല എന്താണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് കണ്ടിട്ടൊരു അസ്വാഭാവികത തോന്നുന്നു. ഈ കുട്ടിയെ അമ്മ എങ്ങനെയൊക്കെയോ വകവരുത്തിയതാണ്, ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്നുള്ള സംശയം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ കുഞ്ഞ് മരിക്കേണ്ട യാതൊരു കാരണവുമില്ല, വളരെ ഹെൽത്തി ആയിട്ട് വളരെ ആരോഗ്യത്തോടു കൂടി ജനിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. എനിക്ക് നേരിട്ട് അന്വേഷിക്കാനുള്ള അധികാരമില്ല, കാരണം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. കമ്മീഷണറെ വിളിച്ച് പറഞ്ഞു. എങ്കിലും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി. എനിക്കൊരു എന്താണ് നടന്നത് എന്ന് അറിയണം. കാരണം ഈ വീട്ടുകാർക്ക് പരാതി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീക്കോ സ്ത്രീയുടെ അച്ഛനമ്മമാർക്കോ ഭർത്താവിനോ ഒന്നും പരാതിയില്ല. പക്ഷെ എന്നാലും ഒരു കുട്ടി മരിച്ചു, ഇനി ഭാവിയിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട, കുഞ്ഞിനെ എടുത്തോളാം, അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചതായിരിക്കാം എന്നുള്ള മട്ടിൽ അവർ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതും കൂടെ കേട്ടപ്പോൾ ഡോക്ടർക്ക് കുറച്ചും കൂടെ സംശയം. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു അത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഭാവിയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അപ്പോൾ ഡോക്ടറുടെ മേലിൽ വിരൽ ചൂണ്ടും,
പത്രക്കാരറിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും പോലീസ് ഒന്ന് വന്നൊരു സഹായം ചെയ്താൽ നന്നായിരുന്നു എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും ചെന്നു. കുഞ്ഞിനെ പ്രസവിച്ച അമ്മ ഒരു ശാസ്ത്രജ്ഞയാണ്. ISROയിലോ VSSO ഏതോ ഒരു സ്ഥലത്ത് ഒരു ശാസ്ത്രജ്ഞയാണ്. അവർ നല്ല പഠിപ്പുള്ള വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കർണാടകക്കാരിയോ മറ്റോ ആണ്. ഭർത്താവും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. മൂത്തതൊരു മോളുണ്ട് അവർക്ക്. രണ്ടാമത്തെയാണ് ഈ കുഞ്ഞ്. ഭർത്താവിൻ്റെ അച്ഛനമ്മമാരും ഇവിടെയുണ്ട്. അവരോടൊപ്പം അവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ സ്ത്രീയോട് കുറെ ചോദിച്ചിട്ടൊന്നും അവരൊന്നും പറഞ്ഞില്ല. അവർ മുഖവും പൊത്തിക്കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അപ്പോൾ കുഞ്ഞിനെ കണ്ടാൽ തന്നെ അറിയാം അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നുള്ള കാര്യം അറിയാം. അപ്പം പോസ്റ്റ്മോർട്ടം അപ്പം തന്നെ അതിനോടകം നടന്നിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ പുറത്ത് കയറി കിടന്നിട്ടുണ്ട് ആരോ. അപ്പം മിക്കവാറും അമ്മ തന്നെ ആയിരിക്കും. കുഞ്ഞിൻ്റെ പുറത്ത് അമ്മ കയറി കിടന്ന് ശ്വാസം മുട്ടിച്ച് അങ്ങനെ സഫോക്കേറ്റ് ചെയ്ത് കൊന്നതായിരിക്കും. കാരണം അതിൻ്റെ റിബൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ. അപ്പോൾ സ്വന്തം അമ്മ എങ്ങനെ പെൺകുഞ്ഞിനെ മോളാണ്. അപ്പോൾ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യം എന്താണ്? സഹിക്കുമോ? അത് പ്രസവിച്ച് ഒരു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴും ആ നോവ് കിടക്കുകയാണ് അമ്മയുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെയാണ്. അതല്ല ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു അമ്മയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തോന്നുന്ന അതിരറ്റ സ്നേഹമാണ്. അപ്പം അങ്ങനെ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സമയം സ്വന്തം കുഞ്ഞിനെ എന്തിനും കൊല്ലണം. പക്ഷെ എന്നാലും ഈ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചോദിച്ചു കളയാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം എടുത്ത് ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവസാനം ഞാൻ കൊന്നതാണ്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേസായി. കേസായി അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര പീഡനമാണ് വീട്ടിൽ. ഈ പെൺകുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് വരുന്ന സ്ത്രീകളെ അവജ്ഞയോടെ കാണുന്ന ഒരു കുടുംബത്തിലാണ് നിർഭാഗ്യവശാൽ ഈ കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഭർത്താവിനും ദേഷ്യമാണ്, ഇതിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാർക്കും ദേഷ്യമാണ്, സ്വന്തം മാതാപിതാക്കൾക്കും ദേഷ്യമാണ്. അവരുടെ എല്ലാവരുടെയും ധാരണ ഈ പെണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത് എന്നാണ്. സ്ത്രീയുടെ എന്തോ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ആദ്യത്തെ പെൺകുഞ്ഞായി പോയത്. അപ്പോൾ ആദ്യത്തെ പെൺകുട്ടിക്ക് ഭയങ്കര ഉപദ്രവമാണ് വീട്ടിലെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ ഒരു മോനുണ്ട്. ആ മോനും ആ വീട്ടിൽ തന്നെ ഉണ്ട്. അതിന് കിട്ടുന്ന പരിഗണനയും ഈ മോൾക്ക് കിട്ടുന്ന അവഗണനയും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയേ വേണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് ആ സ്ത്രീക്ക് തോന്നാറുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഗർഭിണിയായി പ്രസവ സമയം അടുത്തപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഒരു പെൺകുഞ്ഞിനെയാണ് നീ പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യും, നീയും കുട്ടികളും കൂടെ പോകേണ്ടി വരും, എനിക്കിനി നിങ്ങളെ ആവശ്യമില്ല, പെൺകുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഭർത്താവ് പറയുകയും പെൺകുഞ്ഞാണെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് പൊക്കോണം, ഇനി ഇങ്ങോട്ട് കയറണ്ട എന്ന് ഭർത്താവിൻ്റെ അച്ഛനമ്മമാർ പറയുകയും ചെയ്തതുകൊണ്ട് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിയിട്ട് ഈ കുഞ്ഞിൻ്റെ ഗതിയും അതുപോലെ ആവുമല്ലോ എന്ന് വിചാരിച്ച് കൊന്നതാണ് എന്ന് ആ സ്ത്രീ അവസാനം സമ്മതിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഈ അമ്മ തന്നെ ആയിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കുട്ടിയെ വേണ്ടാതെ കൊന്ന് കളഞ്ഞത് എന്നുള്ള ഒരു സംശയം എന്നിൽ വളരെയധികം ദൃഢമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്ത്രീയെ വിളിച്ച് ഒരുപാട് ചോദ്യം ചെയ്തു. അപ്പോൾ ആദ്യം ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തു, അവർ കുറച്ച് സമ്മതിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പോയി എൻ്റെ ADGPയുടെ അടുത്ത് പറഞ്ഞു, സാർ അറസ്റ്റിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ക്രാക്ക് ചെയ്യും, കാരണം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രഷർ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ വേണ്ട, തെളിവ് കിട്ടിയിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്ന് ADGP പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പോലീസ് ക്ലബ്ബിൽ വീണ്ടും ഈ സ്ത്രീയെ വിളിപ്പിച്ച് ഞാൻ അടുത്തിരുന്ന് കുറേ സംസാരിക്കുകയും അവസാനം ഞാൻ വഴക്ക് പറയുകയും അവരെ ഒരുവിധം ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പെട്ടെന്നൊരു നിമിഷം ഇപ്പം ക്രാക്ക് ചെയ്യും എന്നുള്ള മട്ടിൽ അവർ കിടന്നത്. സാധാരണ സ്ത്രീകൾ അങ്ങനെയാണ്, കുറ്റം ചെയ്ത് കഴിഞ്ഞ് ഒരിക്കലും സമ്മതിക്കാതിരിക്കുമ്പോൾ സമ്മതിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും അവർ ഇങ്ങനൊരു വിഭ്രാന്തി കാണിക്കും, പാനിക് ചെയ്യും. അപ്പോൾ അതുപോലെ അവർ പാനിക് ചെയ്തതാണ്. പക്ഷെ അത് അഭിനയമാണോ അതോ അത് ശരിക്കും വന്നതാണോ എന്നറിഞ്ഞില്ല. അവരുടെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. എന്നിട്ട് അവർ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി, കണ്ണുകൾ ഇങ്ങനെ മേളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്കറിയാം ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ടെൽ ദ ട്രൂത്ത്. ഇപ്പൊ പറയും സത്യം വരും, ഇവർ ഇത് കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് നമ്മൾ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവർ സത്യം പറയും എന്നറിയാം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് സമാധാനമായിട്ടിരുന്നു, ഞാൻ പാനിക് ചെയ്തില്ല. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉണ്ടായിരുന്നു ആ സമയം. അവർ രണ്ടുപേരും കിടന്ന് വിളി തുടങ്ങി, അലർച്ചയായിട്ട് ഉറക്കെ വിളിച്ചു, അയ്യോ അയ്യോ ഈ സ്ത്രീ ചാവാൻ പോകുന്നേ, ഇവരെ ആശുപത്രി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് അവർ മുറിയുടെ വെളിയിൽ. ഞാൻ പറഞ്ഞു ഇരിക്കിരിക്ക്, കുഴപ്പമില്ല, ഈ സ്ത്രീ നമ്മളോട് സത്യം പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവർ ചെറിയ പിള്ളേരാണ്, ഇവരൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരിറങ്ങി ഓടി വെളിയിൽ പോയി പോലീസുകാരെ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ കയറി അവരെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതോടുകൂടി ടിം എന്ന് പറഞ്ഞ ആ ചോദ്യം ചെയ്യൽ അവിടെ നിന്നു. ഇതിൻ്റെ പേരിൽ എനിക്ക് ADGP വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ എന്ത് പണിയാണ് ചെയ്തത്. അദ്ദേഹം നല്ല ഓഫീസറാണ്, വഴക്കൊന്നും പറഞ്ഞിട്ടില്ല, എപ്പോഴും സ്നേഹത്തോട് കൂടിയേ പെരുമാറിയിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആ ഉത്തരം പറഞ്ഞേനെ, ക്രൈംബ്രാഞ്ചിന് വലിയ നാണക്കേടാവുമായിരുന്നല്ലോ. ഒരു കേസ് തെളിയാതെ കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ തെളിയിക്കുന്ന ഇങ്ങനെ ഒരു രീതിയിലല്ല.
നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ട് ഇതിനകത്ത് അറസ്റ്റ് ചെയ്താൽ മതി, ആ സ്ത്രീയെ ഇനിയും ചോദ്യം ചെയ്യേണ്ട, ശ്രീലേഖ ഇനിയും ചോദ്യം ചെയ്യേണ്ട, ഈ കേസ് ശ്രീലേഖയുടെ അടുത്ത് ഇനി അന്വേഷിക്കുകയും വേണ്ട എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞു. അത് കുറച്ച് എനിക്ക് പ്രയാസം ഉണ്ടാക്കിയെങ്കിലും പിന്നെ ഞാൻ അത് ശരിയാണ്, നമുക്കെന്ത് വേണം, അതായത് സ്വന്തം അമ്മ പ്രസവിച്ച് വേദനിച്ച് ADGP പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു അഥവാ ആ സ്ത്രീയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പിഴ കിട്ടിക്കോളും, ഏതെങ്കിലും രീതിയിൽ ഒരു പണിഷ്മെന്റ് കിട്ടിക്കോളും, ദൈവം അവരെ പണിഷ് ചെയ്തോളും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് കണക്കാക്കിയാൽ മതി, നമ്മൾ ഇത് ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാതെ ഇൻവോൾവ് ആകണ്ട എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എന്നെ അത് വളരെയധികം പിറകോട്ട് വലിച്ചു. ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതലൊരു റിസ്ക് ഇതുപോലെയുള്ള കേസുകളിൽ എടുക്കേണ്ട കാര്യം എന്താണ് എന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെയും പോയി. അങ്ങനെ ആ കേസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അത് പിന്നെ തെളിഞ്ഞിട്ടില്ല. ഈ കുട്ടി മരിക്കാനുള്ള കുട്ടിയായിരുന്നു, അത് മരിച്ചുപോയി. ആ സ്ത്രീ എങ്ങനെയോ പിടിക്കപ്പെടേണ്ടാത്ത ഒരു സ്ത്രീയായിരുന്നു, പോലീസിൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ ജയിൽവാസമോ തലയിൽ എഴുതിയിട്ടില്ലാത്ത സ്ത്രീ ആയിരുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ആ സ്ത്രീ അറിയാതെ ഈ ഒരു കൊല നടക്കില്ല എന്നുള്ളത്. കാരണം അവരറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർ നേരിട്ടോ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്. ചിലപ്പോൾ അവരുടെ കാമുകനോ അവർ സ്നേഹിച്ചിരുന്ന ആളോ കൂടെ ഉണ്ടായിരുന്നിരിക്കും. അവരുടെ ഭർത്താവിന് വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത് പിന്നെ വന്ന് പല പ്രാവശ്യം പറഞ്ഞു, മാഡം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, മാഡം എങ്കിലും കേസ് തെളിയിക്കുന്നു, പാവം എൻ്റെ മോൾ ഇങ്ങനെ മരിച്ചല്ലോ എന്നുള്ള മട്ടിൽ അയാൾ കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ പിന്നെ എവിടെ പോയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. പിന്നെ എനിക്കത് ശേഷം കുറച്ച് നാൾ ശേഷം എനിക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ പോവുകയും ചെയ്തു. അതുകൊണ്ട് പലപ്പോഴും ഇതുപോലെ തെളിയിക്കപ്പെടാത്ത കേസുകൾ വളരെയധികം ആഘാതം എന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സസ്നേഹം, ശ്രീലേഖ.